ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അവിടെ പോവാൻ, അവിടെ നിൽക്കുമ്പോൾ തോന്നും ഇവിടെ വരാൻ. ഇതാണ് മക്കളെ ശരിക്കും അക്കരെ പച്ച. 2-3 വർഷമായിട്ട് നാളെ പ്ലാൻ ചെയ്ത് നീണ്ടു പോയൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ അപ്പോൾ പോണത്. എല്ലാ വർഷവും 15 ലക്ഷം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ, കാരണം വിക്കി അണ്ണൻ അങ്ങനെയാണ് പറയണത്. സംശയമുള്ള ആൾക്കാർ ഗൂഗിളിൽ പോയി നോക്കിക്കോളി. ഇവിടുന്ന് അങ്ങോട്ട് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ. നടന്ന് കയറാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു 1.5 മണിക്കൂർ കാട്ടിലൂടെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്ന് കയറാം. സൈക്കിളിലും പോവാട്ടോ. അല്ലാത്തവർക്ക് ഇവിടുന്ന് മുകളിലോട്ട് ബസ് സർവീസ് ഉണ്ട്, അതിൽ പോവാം. അല്ലെങ്കിൽ ഈ കുതിരവണ്ടിയിൽ പോവാം. എനിക്ക് കുതിരവണ്ടി കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ മൂക്കുമുട്ട തിന്ന് തടിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ശരീരം ഉണ്ടല്ലോ, അതിൻ്റെ ഭാരം അതുങ്ങളെ കൊണ്ട് ചോപ്പിച്ചിട്ട് പ്രാക്ക് കിട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബസ്സിലാണ് പോയത്. ഏതിൽ വന്നാലും ഇവിടെ വരെയുള്ളൂ. ബാക്കിയുള്ള കുറച്ച് ദൂരം നടന്ന് തന്നെ പോകണം. കുറച്ച് കയറ്റമുണ്ട്, കുറച്ച് ഇറക്കമുണ്ട്. പക്ഷെ അധിക ദൂരമൊന്നുമില്ല, അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് നടന്ന് കയറാം. കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ബ്രിഡ്ജ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ബ്രിഡ്ജ് കയറിയിട്ട് കൊട്ടാരത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ അതിൽ കയറുന്ന സമയത്ത് അതിലായിരുന്നില്ല ശ്രദ്ധ മുഴുവൻ കൊട്ടാരത്തിലേക്കായിരുന്നു. കൊട്ടാരത്തിൻ്റെ ഫോട്ടോ എടുക്കണം, കൊട്ടാരം കാണാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലോട്ടായിരുന്നു മൊത്തം ശ്രദ്ധയുണ്ടായിരുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഈ കൊട്ടാരം കാണുമ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നില്ലേ? ഈ കൊട്ടാരമാണ് മക്കളെ നമ്മുടെ ഡിസ്നി കഥകളിലെ കൊട്ടാരം. ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ആ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയണത്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ന്യൂഷൻസ്റ്റൈൻ കാസിൽ എന്നാണ്. ഇതിങ്ങനെ തന്നെയാണോ പറയാന്നറിയില്ല, അതുകൊണ്ട് ഞാൻ സ്പെല്ലിങ് ഇവിടെ ഇട്ടേക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കി വായിച്ചോളി. നല്ല വെയിലായതുകൊണ്ട് നിറയെ പേര് കയറാനുള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് അധികം തിരിഞ്ഞു കഴിച്ചില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എൻട്രി ടിക്കറ്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഒരു ടൈം തരും. ആ ടൈം സ്ലോട്ടിൽ കയറിയില്ലെങ്കിൽ പിന്നെ കയറാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ്. പിന്നെ ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് പ്ലീസ് എന്ന് പറഞ്ഞ് കാല് പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. സെക്യൂരിറ്റിക്കാരൻ മാത്രമായിരുന്നെങ്കിൽ അയാളെ കാലൊക്കെ പിടിച്ച് കയറായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലെ ഒരു കൊറിയക്കാരുടെ ഗ്രൂപ്പ് ഒരു 5-6 പേരുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഇതേപോലെ ടൈം കഴിഞ്ഞു പോയപ്പോൾ അവർക്ക് കയറാൻ പറ്റുന്നില്ല. സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ കുറേ നേരം അയാളോട് എന്തൊക്കെയോ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളൊന്ന് ഓഫീസിൽ ചെന്ന് നോക്കി നോക്ക്, ചിലപ്പോൾ അവർ ടിക്കറ്റ് മാറ്റി തരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അല്ലാണ്ട് വേറൊന്നും ചെയ്തില്ല. ലേറ്റ് ആയാലും മാത്രമല്ല കേട്ടോ, നേരത്തെ ആണെങ്കിലും ഗേറ്റ് തുറക്കത്തില്ല. ടിക്കറ്റിൻ്റെ നമ്പർ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് അടുത്ത് കയറേണ്ട നമ്പേഴ്സ് കാണിക്കും. അപ്പോൾ വിചാരിച്ച് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ഇത് സ്കാൻ ചെയ്തു കേട്ടോ. അതായത് നമ്മുടെ ടൈം ആവാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റും കൂടി ഉണ്ടായിരുന്നുള്ളൂ. സ്കാൻ ചെയ്തപ്പോൾ ഗേറ്റ് മോൻ പറയാണ് ടൈം ആയിട്ടില്ല, അവിടെ എങ്ങനെ പോയി കുത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ടൈമായിട്ടാണ് സ്കാൻ ചെയ്ത് അകത്ത് കയറിയത്. നമുക്ക് ബാഗ് അകത്ത് കൊണ്ടുപോകാം, ബാഗ് ഫ്രണ്ടിൽ തൂക്കിയിട്ടാൽ മാത്രം മതി. ചെറിയ ബാഗൊക്കെ അലൗഡാണ്, പക്ഷേ ക്യാമറ അലൗഡല്ല. അതുകൊണ്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു ഏരിയ ഉണ്ടായിരുന്നു, അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അവിടെയാണെങ്കിൽ വൻ തിരക്കായിരുന്നു, അതുകൊണ്ട് എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. നല്ല ഹൈറ്റിലാണല്ലോ ഈ കൊട്ടാരം ഇരിക്കുന്നത്. അപ്പോൾ താഴേക്കുള്ള വ്യൂ ഭയങ്കര രസമാണ്. ആ കാണുന്നത് വേറൊരു കൊട്ടാരാണ് കേട്ടോ. അതിൻ്റെ എടുത്തിരിക്കുന്നത് കൊട്ടാരമല്ല, ഒരു റിസോർട്ടാണ്. നല്ല സൂപ്പർ റിസോർട്ടൊക്കെയാണ്. അവിടെ പോകണം എന്നാണ് എൻ്റെ അടുത്ത ആഗ്രഹം. ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ. ഇതാണ് നമ്മൾ ആദ്യം കയറിയ ബ്രിഡ്ജ്. കയറിയ സമയത്ത് ഇത് ഇത്രയും ഹൈറ്റിലായിരിക്കുന്നതെന്ന് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോഴാണ് ഇത് ഇത്ര ഹൈറ്റിലായിരുന്നു ഇരുന്നതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. അതായത് നമ്മളൊരു 1.5 മാസം മുന്നേ പ്ലാൻ ചെയ്താലാണ് നമ്മൾ വിചാരിക്കുന്ന ഡേറ്റിനും ടൈമിനും ഒക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇവരുടെ സൈറ്റിൽ തന്നെ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ നേരത്തെ കാലത്തെ കുളിച്ച് പുറപ്പെട്ട് വലിയ ക്യൂ ആണെന്നൊക്കെയാണ് കേട്ടോ. ആ ക്യൂവിൽ പോയി നിൽക്കണം. ആ ക്യൂവിൽ നിൽക്കുന്ന സമയം വേസ്റ്റ് ആവും. അതുകൂടാണ്ട് ഇപ്പോൾ ടൈം കിട്ടുന്നത് ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടൊക്കെയുള്ള ടൈമായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും സമയം അവിടെ പെട്ട് കിടക്കേണ്ടി വരും. പിന്നെ നമുക്ക് വേറെ സ്ഥലമൊന്നും കാണാൻ പറ്റും. അപ്പം നേരത്തെ പ്ലാൻ ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, വന്നിരിക്കുന്ന ടൈം സ്ലോട്ടിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും കാരണവശാൽ നമ്മളെ നടത്തത്തിന്റെ സ്പീഡ് കുറഞ്ഞു പോയി നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങി പോയാൽ പിന്നെ ഇവിടെ എത്തിയില്ലെങ്കിൽ അകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് മുമ്പ് മുന്നേ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.